ഊർജ്ജ പ്രതിസന്ധി വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കാനിടയാക്കുന്നു. വിമാന ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കുകയാണ്. കാരണം സർചാർജ് കൊണ്ടുവരാൻ പോകുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ധന സർചാർജ് ഈടാക്കും. 399 രൂപ സർചാർജായി ഈടാക്കാനാണ് തീരുമാനം. നാളെ മുതൽ ആഭ്യന്തര സർവീസുകൾക്കും മാർച്ച് 18 മുതൽ യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾക്കും സർചാർജ് ഈടാക്കും. നോബൽ ബാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ ബാരിക്കാരൻ, ഹോട്ടലുകളിൽ മാത്രമല്ല വാണിജ്യാവശ്യത്തിനുള്ള വാതകത്തിൽ മാത്രമല്ല വിദേശ വിമാന സർവീസുകളെയും അത് ബാധിക്കും. അത് വിദേശത്തേക്കുള്ള വിമാന സർവീസുകളാണെങ്കിലും രാജ്യത്തിനുള്ളിലുള്ള വിമാന സർവീസുകളെയും ബാധിക്കുമെന്നാണ് അറിയുന്നത്. വിമാന കമ്പനികൾ ഇന്ധന സർചാർജ് ഏർപ്പെടുത്താൻ പോവുകയാണോ? നോബൽ ബാരിക്കാരൻ, ടിക്കറ്റ് നിരക്ക് കൂടുമോ? അരുൺ, വിമാനയാത്രാ ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, വിമാന ഇന്ധനത്തിന് ലഭ്യതയിൽ കുറവുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സർചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാന കമ്പനികളെ എത്തിച്ചിരിക്കുന്നത് എന്നും കമ്പനികൾ വ്യക്തമാക്കുന്നു. പ്രധാനമായും എയർ ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നാളെ മുതൽ ആഭ്യന്തര സർവീസുകളിൽ സർചാർജ് ഈടാക്കും എന്നതാണ്. 399 രൂപയാണ് നിലവിലത്തെ ടിക്കറ്റ് ബുക്കിങ്ങിനൊപ്പം അധികമായി ഈടാക്കാൻ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. നാളെ പുലർച്ചെ 1 മണി മുതൽ ആരംഭിക്കുന്ന ബുക്കിംഗിലായിരിക്കും ഈ തുക ഈടാക്കുക എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം അന്താരാഷ്ട്ര ഫ്ലൈറ്റുകളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഫ്ലൈറ്റുകളിൽ $10 ഇപ്പോൾ ഇത്തരത്തിൽ സർചാർജ് ഈടാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. മാർച്ച് 18 മുതൽ യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ സർവീസുകളിൽ സർചാർജ് ഈടാക്കും. ഒപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹോങ്കോങ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സർചാർജ് പിന്നീട് പ്രഖ്യാപിക്കും എന്ന് വ്യക്തമാക്കുന്നു. ഈ ആഭ്യന്തര സർവീസുകളിലെ സർചാർജ് മാൽദ്വീപ്, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങൾ, സാർക്ക് രാജ്യങ്ങളിലേക്കും ഈടാക്കും എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. എയർ ഇന്ത്യ പറയുന്നത് ഇനിയിപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സർചാർജ് ഈടാക്കിയേ പറ്റൂ. കാരണം ഇന്ധന ലഭ്യത അത്രയധികം കുറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ തീരുമാനം എടുത്തിരുന്നത്. നേരത്തെ എയർ ഇന്ത്യയുടെ ചില റൂട്ടുകളിൽ സർചാർജ് ഈടാക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇത്തരത്തിലൊരു തീരുമാനം എടുത്ത പശ്ചാത്തലത്തിൽ മറ്റ് നിരവധി വിമാന കമ്പനികളുണ്ട്. ഇൻഡിഗോ, ആകാശ അടക്കമുള്ള നിരവധി വിമാന കമ്പനികളുണ്ട്. ആ കമ്പനികൾ കൂടി സർചാർജ് ഈടാക്കുകയാണെങ്കിൽ ഗണ്യമായ നിലയിൽ തന്നെ വിമാനയാത്രാ നിരക്കുകൾ വർദ്ധിക്കും. ഇപ്പോൾ എന്താണെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസിന് നാളെ പുലർച്ചെ മുതൽ ആഭ്യന്തര സർവീസുകളിൽ ഏതാണെങ്കിലും സർചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാർച്ച് 18 മുതലായിരിക്കും യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് $10 അടക്കം സർചാർജ് അധികമായി വർദ്ധിപ്പിക്കാൻ പോകുന്നത്. ഇത് വിമാനയാത്രയ്ക്ക് നിരക്ക് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. അരുൺ, ഓക്കെ, വളരെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം അടുക്കള മുതൽ വിമാന ടിക്കറ്റിന് ഇവരെ ബാധിച്ചു. താങ്ക് യു നോബൽ.